ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ മേഘ വന്നിട്ട് ആഭരണങ്ങൾ ചോദിക്കുന്ന സമയത്ത് ആരതി അകത്തേക്ക് അത് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ജാനകി അപ്പോൾ തന്നെ അവളോട് പറയുന്നുണ്ട്, നീ ഇപ്പോൾ പെട്ടെന്ന് തന്നെ തീരുമാനം എടുക്കേണ്ട അമ്മ, നിങ്ങൾ മിണ്ടാതെ നിൽക്കമ്മ. ഇവളൊക്കെ ഇവളെ പോലുള്ള ആൾക്കാരൊക്കെ വന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ അനങ്ങാതെ നിൽക്കണം എന്നാണോ അമ്മ നിങ്ങൾ പറയുന്നത്? നിൽക്ക്, ഞാൻ വരാം എന്ന് പറഞ്ഞ് അകത്ത് പോയിട്ട് ആരതി സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ എടുത്ത് തിരിച്ചു കൊണ്ടുവന്നിട്ട് മേഘയെ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് അവളോട് പറയുന്നുണ്ട്, നീ വാങ്ങിത്തന്ന സർവ്വ സ്വർണ്ണാഭരണങ്ങളും ഇതിനകത്തുണ്ട്, എടുത്തിട്ട് പോ. അപ്പോൾ മേഘ ആ സ്വർണ്ണാഭരണങ്ങളുടെ പെട്ടിയിൽ തലോടിക്കൊണ്ട് പറയാണ്, ആഹാ, കുഴപ്പമില്ലല്ലോ, വളരെയധികം കോപക്കാരിയാണല്ലോ. ആരതിയെക്കുറിച്ച് ജാനകിയോടാണ് പറയുന്നത്. അപ്പോൾ മേഘ പറയുന്നുണ്ട്, നീ സ്വർണ്ണാഭരണങ്ങളൊന്നും തിരിച്ചു തരുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കുഴപ്പമില്ല, നിനക്കും ഉളുപ്പും അഭിമാനമൊക്കെ കുറച്ചുണ്ട്. പരിഹാസത്തോടെ മേഘ പറഞ്ഞത് കേട്ടപ്പോൾ ജാനകി ആകെ വല്ലാതാവുകയാണ്. ആരതിയാണെങ്കിൽ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഇങ്ങോട്ട് നോക്ക്, ഇനി ഇതിനെപ്പറ്റി നീ ഒരക്ഷരം ശബ്ദിച്ചാ നിന്റെ ചെകിട്ടത്തായിരിക്കും എൻ്റെ കൈ, പോടി ഇവിടെ നിന്നും. അപ്പോൾ മേഘ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഈ മേഘ ഇതിനോടെ അവസാനിക്കുമെന്ന് നിങ്ങൾ ആരും കരുതണ്ട. എന്നും ഞാൻ ഇതുപോലെ ഗതികെട്ട അവസ്ഥയിലായിരിക്കില്ല. പഴയ മേഘയായിട്ട് ഞാൻ വീണ്ടും വരും. ഇപ്പോൾ നിങ്ങൾ സംസാരിച്ചതിനൊക്കെ അന്ന് ഞാൻ മറുപടി തരും. മേഘ ദേഷ്യത്തോടെ രണ്ടുപേരോടും പറഞ്ഞിട്ട് അവിടെ നിന്നോ ആ സ്വർണം എടുത്ത് പോവുകയാണ്. ജാനകി ആകെ വല്ലാതായിട്ടുണ്ടായിരുന്നു. കാരണം തൻ്റെ മകൾക്ക് നൽകിയ സ്വർണ്ണാഭരണങ്ങളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആരതിയും അതുപോലെ തന്നെ മേഘയോടുള്ള ദേഷ്യം കൊണ്ട് കൊടുത്തതാണെങ്കിലും പെട്ടെന്ന് അതൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ ഇനി എന്താ ചെയ്യാന്നറിയാത്തൊരവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അമ്മയോട് തിരിച്ച് കൂടുതലായിട്ട് സംസാരിക്കാതെ ആരതി വേഗം കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവാണ്. ആരതി മോളെ നിൽക്ക് എന്നൊക്കെ ജാനകി പറഞ്ഞെങ്കിലും ആരതി കേട്ടില്ല. അവൾ വേഗം അകത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ജാനകിക്ക് ആകെ വല്ലാതെ സങ്കടമാവുകയാണ്. അതേസമയം മേഘയാണെങ്കിൽ അവളുടെ വീട്ടിലേക്ക് വന്നിട്ട് ആരതി കൊടുത്ത സ്വർണ്ണാഭരണങ്ങളുടെ പെട്ടി ഓരോന്നോരോന്ന് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ അതിനകത്തൊക്കെ മേഘ അവൾക്ക് വാങ്ങിച്ച് നൽകിയിട്ടുണ്ടായിരുന്ന ആ സ്വർണ്ണാഭരണങ്ങളായിരുന്നു. ഓരോന്ന് കാണും തോറും മേഘയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവളുടെ കണ്ണ് മഞ്ഞളിക്കുന്നുണ്ടായിരുന്നു. എല്ലാ ആഭരണങ്ങളും ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മേഘ സ്വയം ചിന്തിക്കുകയാണ്, പരിഹസിച്ച് സംസാരിച്ചപ്പോൾ ആരതി അവളുടെ ആഭരണങ്ങളൊക്കെ എനിക്ക് കൊണ്ടുവന്ന് തിരിച്ചു തന്നു. ആദ്യം ഈ സ്വർണം വിറ്റ് സ്വാമിക്ക് അയാൾക്ക് കൊടുക്കാനുള്ള പണം കൊടുത്തതിന് ശേഷം ആ സേവന തകിട് വാങ്ങിയിട്ട് വരണം. ആ കൂടോത്ര തകിട് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടക്കും. ഈ കാര്യം മനോഹരൻ അമ്മാവനും മുത്തശ്ശിക്കും അറിയാൻ പാടില്ല. അവരറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എൻ്റെ ഒപ്പം നിൽക്കില്ല. വേഗം തന്നെ അലമാരയുടെ മുകളിലുണ്ടായിരുന്ന ഒരു ബാഗ് എടുത്തുകൊണ്ട് വന്നിട്ട് ആ സ്വർണ്ണാഭരണങ്ങളൊക്കെ അതിലിട്ടിട്ട് മേഘ അത് വിൽക്കാൻ വേണ്ടി പോവുകയാണ്. അതേസമയം ആരതിയാണെങ്കിൽ ഹാളിലാണ് ഉണ്ടായിരുന്നത്. അവളിങ്ങനെ വിഷമത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പോൾ ജാനകി അങ്ങോട്ടേക്ക് വന്നിട്ട് ആരതിയോട് പറയുന്നുണ്ട്, ആരതി, നീ വല്ലാതെ ധൃതി കാണിച്ചു. എന്തിനാ നിന്റെ സ്വർണ്ണാഭരണങ്ങളൊക്കെ എടുത്തുകൊണ്ടുപോയി മേഘയ്ക്ക് കൊടുത്തത്? പിന്നെ എന്താ അമ്മ ഞാൻ ചെയ്യേണ്ടത്? മേഘ ഇത്രയും കേവലമായി സംസാരിക്കുമ്പോൾ അതൊക്കെ കേട്ടു നിൽക്കാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് അവൾ വാങ്ങിത്തന്ന ആഭരണങ്ങളൊക്കെ അവളുടെ മുഖത്ത് നേരെ ഞാൻ വലിച്ചെറിഞ്ഞത്. ആരതിയുടെ ദേഷ്യം സഹിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, നീ ദേഷ്യപ്പെട്ട് നിന്റെ സ്വർണ്ണാഭരണങ്ങളൊക്കെ മേഘയ്ക്ക് തിരിച്ചു കൊടുത്തു. എന്നാൽ ആ ആഭരണങ്ങളൊക്കെ എൻ്റെ ഏട്ടൻ്റെ പണം കൊണ്ടാണ് മേഘ വാങ്ങിച്ചത്. ഈ പ്രശ്നം നമ്മൾ ഏട്ടനോട് പറഞ്ഞിരുന്നെങ്കിൽ ആ ആഭരണങ്ങൾ മേഘയ്ക്ക് കൊടുക്കാൻ അദ്ദേഹം സമ്മതിക്കില്ലായിരുന്നു. നീ വല്ലാതെ ധൃതി കാണിച്ചു മോളെ. ഇത്രയധികം സ്വർണ്ണാഭരണങ്ങൾ വീണ്ടും നിനക്ക് വാങ്ങിത്തരാൻ നിന്റെ അമ്മയെക്കൊണ്ട് ഇന്ന് സാധിക്കില്ല മോളെ. ജാനകി കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അത്രയും പണത്തിന് ഞാൻ എങ്ങോട്ട് പോവാനാ? ജാനകിക്ക് അവരുടെ സങ്കടം സഹിക്കാനാവുന്നില്ല. അത് കണ്ടപ്പോഴാണ് ആരതിക്കും വിഷമായത്. അമ്മ, നിന്റെ അച്ഛനാണെങ്കിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ അത്രയും പണവും ജ്യോതിക്ക് കൊണ്ടുപോയി കൊടുത്തു. ജാനകിയും ആരതിയും കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്നതിലേക്കാണ് ചന്ദ്രിക വരുന്നത്. ചന്ദ്രിക വന്നപ്പോൾ കേൾക്കുന്നത് ജാനകി കരഞ്ഞുകൊണ്ട് ആരതിയോട് പറയാണ്, നാളെ നിന്നെ കല്യാണം കഴിപ്പിച്ചയച്ച വീട്ടിൽ നിന്നും നിങ്ങളുടെ മകൾക്ക് നിങ്ങൾ എന്താണ് കൊടുത്തത് എന്ന് ചോദിച്ചാൽ ഞാൻ എന്താ മറുപടി പറയുക? അപ്പോൾ ആരതി മറുപടി പറയാണ്, അമ്മ, അങ്ങനെ ആഭരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ആകാശിൻ്റെ വീട്ടിൽ ജീവിക്കാൻ സാധിക്കുള്ളൂ എന്നാണെങ്കിൽ എനിക്ക് അങ്ങനെയുള്ളൊരു ജീവിതം വേണ്ട അമ്മ. ആരതിയുടെ ആ ഒരു ബാലിശമായൊരു തീരുമാനം, പക്വതയില്ലാത്തൊരു തീരുമാനത്തിൽ സംസാരിക്കുന്നത്. അപ്പോൾ അത് കേട്ടപ്പോൾ ജാനകിക്ക് വല്ലാത്ത സങ്കടം തോന്നുവാണ്. ഞാനിവിടെ അമ്മയ്ക്കൊപ്പം താമസിച്ചോളാം. ആരതി പറഞ്ഞു കേട്ടപ്പോൾ ജാനകി കരഞ്ഞുകൊണ്ട് പറയാണ്, എൻ്റെ സ്വന്തം മകൾക്ക് ആഭരണങ്ങൾ വാങ്ങിക്കൊടുക്കാൻ പോലുള്ള കഴിവില്ലാത്ത ഒരുത്തിയാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു. അമ്മ കരയല്ല അമ്മ,
ആരതി പറയുക. അപ്പോൾ കരഞ്ഞുകൊണ്ട് തന്നെയാണ് ജാനകി പറയുന്നത്, എത്ര പ്രാവശ്യമാണ് ഞാൻ നിൻ്റെ അങ്കിളിൻ്റെ അടുത്ത് പോയിട്ട് സഹായം ചോദിക്കുന്നത്. നിൻ്റെ അങ്കിൾ എന്തെല്ലാം കാര്യങ്ങളാണ് എനിക്ക് ചെയ്തു തന്നിരിക്കുന്നത്. ഇനിയും ഇതിനു മുകളിൽ അദ്ദേഹത്തെ കഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ജാനകി ഹൃദയം പൊട്ടി കരയുന്നത് കണ്ടപ്പോൾ ചന്ദ്രിക വല്ലാത്ത സങ്കടത്തോടെയാണ് നോക്കി നിൽക്കുന്നത്. അപ്പോഴാണ് ആരതിയോട് ജാനകി പറയുന്നത്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഇൻഷുറൻസ് പണം ഒരുപാട് പണം കിട്ടും. എൻ്റെ മോള് ആ പണം വെച്ചിട്ട് ആഭരണങ്ങളൊക്കെ വാങ്ങിച്ചോ? അപ്പോൾ ആരതി കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, അമ്മ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അപ്പോൾ ജാനകി പറയുന്നുണ്ട്, എനിക്ക് സിദ്ധാർത്ഥിനെ പറ്റി ആലോചിച്ചിട്ട് യാതൊരു ടെൻഷനും ഇല്ല. അവൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളും. പക്ഷേ എൻ്റെ ആദ്യം മുഴുവൻ നിന്നെ ആലോചിച്ചിട്ടാണ്. ആരതിയുടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ അമ്മ കരയാണ്. അതൊക്കെ കാണുമ്പോൾ ചന്ദ്രികയ്ക്കാകെ വല്ലായ്മ തോന്നുന്നുണ്ടായിരുന്നു. നിന്റെ അച്ഛനാണെങ്കിലും കുടുംബത്തോട് യാതൊരു സ്നേഹവുമില്ലാതെ കണ്ട പെണ്ണിൻ്റെ പിന്നാലെ പോയി എന്നും പറഞ്ഞിട്ട് ആരതിയുടെ കൈ പിടിച്ചിട്ട് ജാനകി പൊട്ടി പൊട്ടി കരയാണ്. ആരതിക്ക് എന്ത് പറഞ്ഞാണ് അമ്മയെ ആശ്വസിപ്പിക്കേണ്ടതെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ ജാനകി കരഞ്ഞുകൊണ്ട് പറയാണ്, ഞാൻ ഓരോ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് എൻ്റെ ജീവൻ എത്രയും പെട്ടെന്ന് എടുക്കണേ എന്നാണ്. അത് കേട്ടപ്പോൾ ആരതി കരഞ്ഞുകൊണ്ട് കൈകൾ പിൻവലിക്കുകയാണ്. ആരതിയെ നോക്കാതെ തന്നെ ജാനകി കരഞ്ഞുകൊണ്ട് പറയാണ്, ഞാൻ മരിച്ചാൽ മാത്രമല്ല എൻ്റെ ഇൻഷുറൻസ് പണം എത്രയും പെട്ടെന്ന് എൻ്റെ മോൾക്ക് കിട്ടുള്ളൂ. അത് കേട്ട സമയത്ത് ആരതി ദേഷ്യത്തോടെയും സങ്കടത്തോടെയും പറയുന്നുണ്ട്, അമ്മ വായ് പൂട്ട്, എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അമ്മ മരിച്ചിട്ടാണ് എനിക്ക് ജീവിതം കിട്ടുന്നതെങ്കിൽ അങ്ങനെ ഒരു ജീവിതം എനിക്ക് ആവശ്യമില്ല അമ്മ എന്നും പറഞ്ഞുകൊണ്ട് ആരതി അവിടെ നിന്നും ദേഷ്യത്തോടെയും സങ്കടത്തോടെയും പോവാണ്. ആരതി പോയതിനു ശേഷവും ജാനകി അവിടെ നിന്ന് അലമുറയിട്ട് കരയാണ്. അപ്പോൾ എന്നിട്ട് അവർ തന്നെ സ്വയം പറയുന്നുണ്ട്, എൻ്റെ മകൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ ഒരു ഗതികെട്ട ജീവിതമായി പോയല്ലോ എൻ്റേത്. അതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ ചന്ദ്രികയ്ക്ക് ആകെ സങ്കടം തോന്നുവാണ്. എന്നാൽ ചന്ദ്രിക അത് കേൾക്കുന്നതോ കാണുന്നതോ ഒന്നും ജാനകി അറിയുന്നുണ്ടായിരുന്നില്ല. ജാനകി പിന്നെയും ഒരുപാട് സമയം അവിടെ നിന്ന് കരയാണ്. അതേസമയം ചന്ദ്രികയാണെങ്കിൽ മനസ്സിലൊരു പ്ലാൻ ഇട്ടുകൊണ്ടാണ് അവിടെ നിന്നും പോകുന്നത്. അവൾ നേരെ അവളുടെ മുറിയിലേക്കാണ് ചെന്നത്. എന്നിട്ട് അലമാര തുറന്നിട്ട് ലക്ഷ്മി അവൾക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ആഭരണങ്ങൾ മുഴുവൻ എടുക്കുകയാണ്. ആ ജ്വല്ലറീസൊക്കെ എടുത്തിട്ട് അതൊക്കെ തുറന്നു നോക്കി അതിലുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് അവൾ ജാനകിയുടെ അടുത്തേക്കാണ് പോകുന്നത്. അതേസമയം ജാനകിയാണെങ്കിൽ പൂജാമുറിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് അവർ മനസ്സിൽ ചോദിക്കുകയാണ്, ദൈവമേ, എന്തിനാ എനിക്ക് ഇങ്ങനെ ഒരു വിധിയും ഇങ്ങനെ ഒരു ജീവിതവും തന്നത്? ഇനി ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഏട്ടൻ്റെ അടുത്തോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്തോ കൈനീട്ടി യാചിക്കില്ല. എത്രയും പെട്ടെന്ന് എൻ്റെ ജീവൻ നീ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ പേരിലുള്ള ഇൻഷുറൻസിൻ്റെ തുക ആരതിക്ക് കിട്ടും. അത് വെച്ച് അവൾ അവളുടെ ജീവിതം നന്നായിട്ട് ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് മനസ്സിൽ തന്നെ അവർ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആ സമയത്ത് ചന്ദ്രിക പൂജാമുറിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അമ്മായി, ചന്ദ്രിക പുഞ്ചിരിച്ചുകൊണ്ട് വിളിച്ചപ്പോൾ കണ്ണീര് തുടച്ചുകൊണ്ട് ജാനകി ചോദിക്കുകയാണ്, എന്താ മോളെ? അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഈ ആഭരണ പെട്ടിയിൽ എൻ്റെ അമ്മ എനിക്ക് വേണ്ടി തന്ന എല്ലാ ജ്വല്ലറികളും ഉണ്ട്. ഇത് അമ്മായി ആരതിക്ക് കൊടുത്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ജാനകിയുടെ നേരെ അത് നീട്ടുവാണ്. അപ്പോൾ ജാനകി അതിശയത്തോടെയാണ് ചന്ദ്രികയോട് സംസാരിക്കുന്നത്. എന്താ ചന്ദ്രിക നീ പറയുന്നത്? നിന്റെ അച്ഛനും അമ്മയും നിനക്ക് വേണ്ടി തന്ന സ്വർണ്ണാഭരണങ്ങൾ എന്തിനാ എനിക്ക് കൊണ്ടുവന്നു തരുന്നത്? അപ്പോൾ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും ചന്ദ്രിക പറയുന്നുണ്ട്, എന്ന് ഞാൻ നിങ്ങളുടെ മരുമകളല്ല മകള് തന്നെയാണെന്ന് പറഞ്ഞോ, അന്നു മുതൽ ഞാൻ നിങ്ങളുടെ മകളായി. അമ്മായി ഈ സ്വർണ്ണാഭരണങ്ങൾ മനസ്സിലൊരു ചിന്തയുമില്ലാതെ വാങ്ങിക്കോളൂ. ഇത് അമ്മായി ആരതിക്ക് കൊടുത്തോളൂ. ജാനകി അവളുടെ നല്ല മനസ്സ് കണ്ട് കരഞ്ഞുകൊണ്ട് പറയാണ്, വേണ്ട ചന്ദ്രിക, നിന്റെ അച്ഛനും അമ്മയും എനിക്ക് എത്രയോ കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. ആ നന്ദി തന്നെ അവരോട് എങ്ങനെയൊക്കെയാണ് വീട്ടിൽ തീർക്കുക എന്ന് എനിക്കറിയില്ല. ഇനി നീയും നിന്റെ അവസരം എനിക്ക് വേണ്ടി കളയണ്ട മോളെ. നിന്നോടുകൂടി കടപ്പെട്ടിരിക്കാൻ എനിക്ക് വയ്യ മോളെ. നീ എൻ്റെ മേലും എൻ്റെ മക്കളുടെ മേലും കാണിക്കുന്ന സ്നേഹത്തിനും കരുതലിനും ഒരുപാട് നന്ദിയുണ്ട് മോളെ എന്ന് പറഞ്ഞ് ചന്ദ്രികയ്ക്ക് നേരെ തൊഴുതുകൊണ്ട് കരയാണ്. അപ്പോൾ ചന്ദ്രിക വീണ്ടും പറയാണ്, അമ്മായി പ്ലീസ് അമ്മായി, എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് ഈ സ്വർണ്ണാഭരണങ്ങൾ വേണ്ട എന്ന് പറയാതെ. പക്ഷേ ജാനകി കണ്ണീര് തുടച്ചുകൊണ്ട് പറയുന്നുണ്ട്, വേണ്ട ചന്ദ്രിക, ആരതിയുടെ തലയിൽ എന്താണോ എഴുതിയത് അതുപോലെ നടക്കട്ടെ. അപ്പോഴേക്കും ലക്ഷ്മി അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ലക്ഷ്മിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ചന്ദ്രിക വീണ്ടും പറയാണ്, അങ്ങനെയൊന്നും പറയരുത് അമ്മായി, ഈ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങി നിങ്ങൾ ആരതിക്ക് കൊടുക്കൂ. ജാനകി മറുപടി ഒന്നും പറയാതെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ലക്ഷ്മിയും പറയുന്നുണ്ട്, ജാനകി, ചന്ദ്രിക തരുന്ന സ്വർണ്ണാഭരണങ്ങളൊക്കെ വാങ്ങിക്കോളൂ. എന്താ ഏട്ടത്തി, നിങ്ങളും ഇങ്ങനെ തന്നെ പറയുന്നത്? ജാനകി തിരിച്ചു ചോദിക്കുകയാണ്. വേണ്ട ഏട്ടത്തി, നിങ്ങളും നിങ്ങളുടെ കുടുംബവും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്.
ഇനിയും നിങ്ങളുടെ കൈകളിൽ നിന്നും എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. എനിക്ക് ഈ സ്വർണ്ണാഭരണങ്ങൾ വേണ്ട ഏട്ടത്തി. അപ്പോൾ ലക്ഷ്മി വീണ്ടും പറയാണ്, നിന്റെ ഏട്ടത്തിയായിട്ടുള്ള ഞാനാ പറയുന്നത്, ചന്ദ്രിക തരുന്ന ഈ സ്വർണ്ണാഭരണങ്ങളൊക്കെ നീ വാങ്ങണം. പക്ഷേ ജാനകി അത് വാങ്ങിക്കാതെ വീണ്ടും ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, വാങ്ങമ്മായി, എന്നെ നിങ്ങളുടെ കുടുംബത്തിലെ ഒരംഗമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒരു മടിയും കൂടാതെ ഇത് വാങ്ങിക്കണം. ജാനകി കരഞ്ഞുകൊണ്ട് പറയാണ്, ചില സമയങ്ങളിൽ ദൈവം എനിക്ക് ഒരുപാട് ദ്രോഹം ചെയ്തു എന്ന് തോന്നും. എനിക്ക് ദൈവം ഒന്നും ചെയ്തു തന്നില്ലല്ലോ എന്ന് ഞാൻ ചിന്തിക്കും. പക്ഷേ ചില സമയങ്ങളിൽ നിങ്ങളെപ്പോലുള്ള ആളുകളെയാണല്ലോ ദൈവം എനിക്ക് തുണയായിട്ട് തന്നത് എന്ന് ആലോചിക്കുമ്പോൾ വല്ലാത്ത കുറ്റബോധവും തോന്നും. അങ്ങനെ ചന്ദ്രിക വെച്ച് നീട്ടി ആ സ്വർണ്ണാഭരണങ്ങൾ ജാനകി വാങ്ങിക്കുകയാണ്. ഒരുപാട് നന്ദിയുണ്ട് ചന്ദ്രിക. അപ്പോഴാണ് ചന്ദ്രികയ്ക്കും ലക്ഷ്മിക്കും ഒരുപാട് സന്തോഷമായത്. അപ്പോൾ അതിനുശേഷം ആരതിയെ വിളിക്കുകയാണ്. ആരതി, ഇതാ ഞാൻ വരുന്നു അമ്മ, ഇങ്ങോട്ട് വാ. എന്താ അമ്മ? ആരതി അവർക്കൊപ്പം പൂജാമുറിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കയ്യിലുണ്ടായിരുന്ന ബോക്സ് കാണിച്ചുകൊണ്ട് ജാനകി പറയാണ്, ചന്ദ്രിക അവളുടെ സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ നിനക്ക് വേണ്ടി തന്നിരിക്കുകയാണ്. അത് കേട്ടതും ആരതി അതിശയത്തോടെ ചന്ദ്രികയെ നോക്കുവാണ്. അത് കണ്ട് ചന്ദ്രിക പുഞ്ചിരിച്ച സമയത്ത് അവൾ ചോദിക്കുന്നുണ്ട്, എന്തിനാ ചന്ദ്രിക നിന്റെ സ്വർണ്ണാഭരണങ്ങളൊക്കെ എനിക്ക് തരുന്നത്? അതെന്താ, ഞാൻ നിനക്ക് തരാൻ പാടില്ലേ? ചന്ദ്രിക കുസൃതിയോട് ചോദിക്കുകയാണ്. അപ്പോൾ ആരതി സങ്കടത്തോടെ പറയുന്നുണ്ട്, അതല്ല ചന്ദ്രിക, ഒരാൾ എപ്പോഴും കൊടുക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുമ്പോൾ വീണ്ടും വീണ്ടും അവരെ തന്നെ നമ്മൾ കുത്തി നോവിക്കാൻ പാടില്ല. അപ്പം തന്നെ ചന്ദ്രിക പറയുന്നുണ്ട്, ഇതിൽ ഞങ്ങൾക്ക് യാതൊരു സങ്കടവുമില്ല. ഇത് നീ വാങ്ങിച്ചിട്ടില്ലെങ്കിൽ മാത്രമേ എനിക്കും എൻ്റെ അമ്മയ്ക്കും മനസ്സ് വിഷമാവുള്ളൂ. ലക്ഷ്മിയും അത് സമ്മതിക്കുകയാണ്. വാങ്ങിക്കോ ആരതി. ചന്ദ്രിക പറഞ്ഞത് കേട്ടപ്പോഴേക്കും ആരതി നേരെ ചെന്നിട്ട് ചന്ദ്രികയെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് അവൾ പൊട്ടിക്കരയുന്നുണ്ട്. അവരുടെ രണ്ടുപേരുടെ ആ ഒരു സ്നേഹം നോക്കി നിൽക്കുകയാണ് ലക്ഷ്മിയും ജാനകിയും. അതിനുശേഷം ആരതി കരഞ്ഞുകൊണ്ട് തന്നെയാണ് ചന്ദ്രികയോട് പറയുന്നത്, ചന്ദ്രിക, മേഘയുടെ സംസാരം കേട്ട് കേട്ട് ഞാൻ നിന്നെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് മാപ്പ് തരണം ചന്ദ്രിക, പ്ലീസ്. എന്താ ആരതി നീ ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ കരയുന്നത്? പഴയതിനെ പറ്റിയൊന്നും ഇനി സംസാരിക്കേണ്ട. അമ്മായി, ഈ സ്വർണ്ണാഭരണങ്ങളൊക്കെ ആരതിയുടെ കയ്യിൽ കൊടുത്ത് അവളോട് അലമാരയിൽ കൊണ്ടുപോയി വെക്കാൻ പറ. ഇത് ഞാൻ ആരതിക്ക് കൊടുക്കുന്ന സ്നേഹ സമ്മാനമായിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ചന്ദ്രിക പുഞ്ചിരിക്കുന്നത്. അത് കണ്ടപ്പോൾ അവളുടെ വലിയ മനസ്സിനാലോചിച്ച് എല്ലാവർക്കും അഭിമാനവും സന്തോഷമൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. ആരതി അപ്പോഴും മടിച്ചു നിൽക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, വാങ്ങിക്കാരതി. അപ്പോൾ ചന്ദ്രികയുടെ സ്നേഹം കൊണ്ട് ആരതി അത് അമ്മയുടെ കയ്യിൽ നിന്നും വാങ്ങിക്കുകയാണ്. താങ്ക്സ് ചന്ദ്രിക, പോയി അലമാരയിൽ കൊണ്ടുപോയി വെക്ക്. ചന്ദ്രിക അവളെ ചെറുതായിട്ട് ശാസിക്കും പോലെ പറയാണ്. അത് കേട്ടതും ആരതി അതുകൊണ്ട് റൂമിലേക്ക് പോവുകയാണ്. അതിനുശേഷം ജാനകി ചന്ദ്രികയോടും ലക്ഷ്മിയോടും മുന്നിൽ കൈകൂപ്പി തൊഴുതുകൊണ്ട് കരയാണ്. അത് കണ്ട സമയത്ത് ചന്ദ്രികയ്ക്ക് സഹിക്കാനാവുന്നില്ല. എന്താ അമ്മ ഇത്? ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്നെ സങ്കടപ്പെടുത്തല്ലേ. നിങ്ങൾ റൂമിൽ പോയി റെസ്റ്റ് എടുക്ക്. അപ്പോൾ ജാനകി കരഞ്ഞുകൊണ്ട് തന്നെ അവിടെ നിന്നും പോവുകയാണ്. അതിനുശേഷം ലക്ഷ്മി മകളോട് പറയുന്നുണ്ട്, സന്തോഷമായി ചന്ദ്രിക, നിന്റെ അമ്മായിക്കൊരു പ്രശ്നമുണ്ടെന്ന് കേട്ടപ്പോൾ നീ എത്രയും പെട്ടെന്ന് നിന്റെ സ്വർണ്ണാഭരണങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി കൊടുത്തല്ലോ. നിന്റെ അച്ഛൻ ഇതറിഞ്ഞാൽ ഒരുപാട് സന്തോഷിക്കും. അത് കേട്ടപ്പോൾ ചന്ദ്രികയും പുഞ്ചിരിക്കുകയാണ്. ലക്ഷ്മി മകളെ വാത്സല്യത്തോടെ ചേർത്ത് പിടിക്കുകയാണ്. അതേസമയം മേഘയുടെ വീട്ടിലാണെങ്കിൽ ആ ഒരു കൂടോത്രക്കാരൻ പറഞ്ഞത് പ്രകാരം മേഘ ഓരോരോ പൂജകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് മോശമായ രീതിക്കുള്ള പൂജകളാണ് അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ തൊട്ടടുത്ത് തന്നെ ആ ഒരു കട്ടിലായിട്ട് മനോഹരൻ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിലും മേഘ ചെയ്യുന്ന പൂജകളൊന്നും അയാൾ അറിയുന്നേ ഉണ്ടായിരുന്നില്ല. മേഘ ഇങ്ങനെ ദുർമന്ത്രവാദങ്ങളൊക്കെയാണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. കാളിയൊക്കെയാണ് അവൾ പ്രീതിപ്പെടുത്തുന്നുണ്ടായിരുന്നത്. അങ്ങനെ എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലിയതിനു ശേഷം പെട്ടെന്ന് തന്നെ ആ ഒരു ശംഖ് എടുത്തിട്ട് ശംഖ് ഊതുകയാണ്. ആ ഒരു ശംഖ് ഊതുന്ന ആദ്യത്തെ തവണ മനോഹരൻ ഞെട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ രണ്ടാമത് അത് ഊതിയപ്പോഴേക്കും മനോഹരൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ചാടി എഴുന്നേൽക്കുകയാണ്. ഇതെന്താ മേഘ ശംഖൊക്കെ ഊതുന്നത്? വീട്ടിൽ ഞാനും ചേച്ചിയും മാത്രമാണല്ലോ ഉള്ളൂ. അപ്പോൾ പിന്നെ ആർക്ക് വേണ്ടിയാണ് മേഘ ശംഖ് ഊതുന്നത്? മേഘ ശംഖ് ഊതിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ മനോഹരൻ ചിന്തിക്കുന്നുണ്ട്, വന്ന് മേഘയുടെ ഭക്തി വല്ലാതെ ഓവറാവുന്നുണ്ടല്ലോ. ഇതിനെന്തെങ്കിലും ഒരു അവസാനം കണ്ടേ മതിയാവുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചിയെ വിളിച്ചുകൊണ്ട് ഓടുകയാണ്. ചേച്ചി. പക്ഷെ മേഘ ഇതൊന്നും വകവെക്കാതെ കാളിക്ക് മുന്നിൽ ഇരുന്നിട്ട് ഇങ്ങനെ ശങ്കൂതിക്കൊണ്ടേയിരിക്കുകയാണ്. ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് മുറ്റത്ത് വന്ന സമയത്ത് അവിടെ ഇരുന്നുകൊണ്ട് തയ്ക്കുകയാണ് മുത്തശ്ശി. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, എന്താടാ കാര്യം? ചേച്ചി, താമസിക്കുന്ന ഓരോ നിമിഷവും നമ്മുടെ രണ്ടുപേരുടെയും ജീവനാണ് ആപത്ത്. എന്താടാ നീ പറയുന്നത്? മേഘയ്ക്ക് പിടിച്ചിരിക്കുന്ന പിശാചിനെ സ്വാമിയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് മന്ത്രം ചെയ്ത് മാറ്റണമെന്ന് നിങ്ങൾ പറഞ്ഞതല്ലേ? എപ്പോഴാണ് പോകുന്നത്?
അപ്പോൾ മുത്തശ്ശി സങ്കടത്തോടെ പറയാണ്, ക്ഷേത്രത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ വരില്ലല്ലോ, ഇവളെങ്ങനെയാടാ കൂട്ടിയിട്ടൊന്ന് പോകുന്നത്? ചേച്ചി, എന്തെങ്കിലും സെൻറ്റിമെൻ്റായിട്ട് സംസാരിച്ചിട്ട് അവളെ എങ്ങനെയെങ്കിലും കൂട്ടിയിട്ട് പോകണം ചേച്ചി. ഇങ്ങോട്ട് നോക്ക്, എന്തെങ്കിലും പറഞ്ഞ് നമ്മൾ അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പൂജാരി ചെയ്തോളും. എടാ, നിനക്കറിയില്ലേ ഇവൾക്കൊന്നും സെൻറ്റിമെൻറ്റ് എന്താണെന്ന് അറിയ പോലും ഇല്ല. അങ്ങനെയുള്ള ഇവളടുത്ത് പോയിട്ട് സെൻറ്റിമെൻറ്റിനെ കുറിച്ച് എന്ത് പറയാനാണ്? അപ്പോഴും മേഘ ഇങ്ങനെ ശങ്കൂതിക്കൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ ശബ്ദം അവരുടെ ചെവിയെ തുളയ്ക്കുന്നുണ്ടായിരുന്നു. അയ്യയ്യോ, അവർ രണ്ടുപേരും ചെവി കേൾക്കാൻ വയ്യാതെ അടച്ചു പൂട്ടുവാണ്. ചേച്ചി, വരെ മേഘയ്ക്ക് വല്ലാത്ത ഭക്തി കൂടുന്നുണ്ട്. ഇതിങ്ങനെ വിട്ടെന്ന് വെച്ചോ, ഇത് കൂടുതലായി കഴിഞ്ഞാൽ അവസാനം കൂടെ താമസിക്കുന്ന നമ്മളെ രണ്ടുപേരെയും ചേർന്ന് അവൾ ബലി കൊടുക്കും ചേച്ചി. വാ ചേച്ചി, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മേഘയുടെ അടുത്ത് പോയിട്ട് അവളെ പൂജാരിയുടെ അടുത്ത് എത്തിക്കണം ചേച്ചി. ശരി, വാ ചേച്ചി എന്ന് പറഞ്ഞ് രണ്ടുപേരും മേഘയുടെ അകത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും മേഘയുടെ മന്ത്രമൊക്കെ കഴിഞ്ഞിട്ട് അവൾ അവിടെ നോക്കിയിട്ട് കാളിയോട് പറയാണ്, എല്ലാം നല്ല രീതിയിൽ നിങ്ങൾ ചെയ്തു തരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ഒരു പൂജ അവസാനിപ്പിക്കുന്നത്. അപ്പോഴേക്കും മുത്തശ്ശി മനോഹരനും വന്നിട്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ മേഘ, പൂജയൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു, മേഘ സന്തോഷത്തോടെ പറയാണ്. എന്താ പുതിയതായിട്ട് ശംഖൊക്കെ ഊതിയത്? ശംഖൂതിയിട്ട് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം നടക്കുമെന്ന് ഗുരുജി പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുണ്ട് മേഘ. എന്താ? നമ്മുടെ കുലദൈവം ക്ഷേത്രത്തിൽ ഞാനൊരു നേർച്ച വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് നിറവേറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മേഘ വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ പറയാണ്, നിങ്ങളല്ലേ നേർച്ചക്കടം വെച്ചത്, അപ്പോൾ നിങ്ങൾ തന്നെ പോയിട്ട് അത് നിറവേറ്റാൻ നോക്ക്. അത് കേട്ടപ്പോൾ അമളി പറ്റിയെന്ന് മുത്തശ്ശിക്ക് മനസ്സിലാവുകയാണ്. മേഘ അവർക്കൊപ്പം ക്ഷേത്രത്തിലേക്ക് വരില്ല എന്നുള്ളത് അവർക്ക് ബോധ്യമാവുന്നുണ്ട്. മാത്രമല്ല അവർ മനോഹരനെ നോക്കിയിട്ട് ഇനി എന്താ ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ നിൽക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.